ഏതാ ബീച്ച്? തങ്കപ്പൻ ചമ്പക്കര. സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ കുടുംബക്കാരുമായി ഉള്ള ഒരു യാത്രയാണ്. രാവിലെ 5 മണിക്ക് നമ്മൾ വെട്ടിച്ചിറ ടോൾ ബൂത്ത് പരിസരത്ത് നിന്നാണ് യാത്ര തുടങ്ങുന്നത്. യാത്രയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിക്കുകയാണ് നമ്മുടെ കല്ലുവട്ടിക്കൽ ഹംസഹാജി. കൊച്ചിയിലുള്ള ഒരു ദ്വീപിലുള്ള ഒരു പാലസാണ്. അവിടെ വേണമെങ്കിൽ അങ്ങനെ വെട്ടിച്ചിറയിൽ നിന്ന് പുറപ്പെട്ട് കുറ്റിപ്പുറത്ത് നിന്ന് സുബഹി നിസ്കാരം എല്ലാം കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ വെളിയങ്കോട് എത്തിയിട്ടുണ്ട്. നാസ്തക്ക് വേണ്ടി നിർത്തിയതാണ്. നമ്മൾ അബൂബക്കർ മുസ്ലിയാർ കുട്ടിക്ക് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ബോട്ടിലിൻ്റെ അടപ്പിലാണ് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കുട്ടികളെ അത്രയും കെയർ ചെയ്യുന്നുണ്ട്. നാസ്തക്കുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ പുന്നത്തല കുഞ്ഞിക്കുട്ടി സാഹിബ് ഒരു ചെയറൊക്കെ നേരത്തെ തന്നെ കയ്യിൽ കരുതിയിട്ടുണ്ട്. മൂപ്പര് മാത്രമാണ് ഇവിടെ ചെയറിലിരിക്കുന്നത്. വേറെല്ലാവരെല്ലാം നമ്മളെ NH66 ഡൈനിങ് ടേബിളും ചെയറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നാസ്താക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ നാസ്ത കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഇവിടുന്ന് പുറപ്പെടും. മുസ്തഫാജി അതാ പൊറാട്ടൊക്കെ ഇങ്ങനെ പിച്ചി കൊണ്ട് നൂൽപുട്ടാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ ക്രിസ്ലിയർ അവിടെ പത്രം വിതരണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ നമ്മളെ സഹോദരിമാരും എല്ലാം ഭക്ഷണം വിതരണം ചെയ്യുന്ന തിരക്കിലാണ്. എല്ലാവർക്കും ഇതൊരു പുതിയ അനുഭവമാണ്. നാഷണൽ ഹൈവേയിൽ നമ്മളെ NH66 ഫസ്റ്റ് നാസ്താക്കലാണ്. ഒരുവിധം എല്ലാവർക്കും ഇതൊരു നല്ല അനുഭവമായിട്ടാണ് എല്ലാവരും പറയുന്നത്. ഏതായാലും ഇൻഷാ അല്ലാഹ് വളരെ റാഹത്തോടു കൂടി നമ്മുടെ നാസ്തി പരിപാടികളൊക്കെ ഇവിടെ അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ്. കുട്ടികളാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും എല്ലാവരും വളരെ ഹാപ്പിയാണ്. നാസ്തെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ യാത്ര തുടരുകയാണ്. നാസ്തെല്ലാം കഴിഞ്ഞ് നേരമൊക്കെ ഏകദേശം വെളുത്ത് കാഴ്ചകളൊക്കെ കാണാൻ തുടങ്ങിയപ്പോൾ നമ്മളെ സഹോദരിമാർക്കും എല്ലാവർക്കും പാട്ടൊക്കെ ഒന്ന് ആസ്വദിക്കണം, പാടണം എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. എല്ലാവരും എൻജോയ് ചെയ്തുകൊണ്ട് തന്നെ പോയി. ഞങ്ങളിതാ മറൈൻ ഡ്രൈവിൽ എത്തിക്കഴിഞ്ഞു. ഇനി ജലസഞ്ചാരത്തിനുള്ള ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ജലസഞ്ചാരത്തിനുള്ള ബോട്ടിലേക്ക് കയറുകയാണ്. ഇവർ പറഞ്ഞത് ചെറിയ കപ്പലാണെന്നൊക്കെയാണ്. സംഗതി കുറച്ച് വലിപ്പമുള്ള ബോട്ടാണ്. ഇതിൽ ഞങ്ങൾ കുറച്ച് കടലിൻ്റെ ഉള്ളിലേക്ക് പോകും. അതാണ് ആസ്വദിക്കാനുള്ളത്. ഡോൾഫിന് അതുപോലുള്ളതൊക്കെ കാണാൻ കഴിയുന്നൊക്കെയാണ് അവർ പറഞ്ഞത്. ഏതായാലും ഞങ്ങൾ യാത്ര ബോട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ ഞങ്ങൾ ബോട്ടിനകത്ത് എത്തിയിട്ടുണ്ട്. മുസ്തഫാജി പറഞ്ഞത് വന്നവരൊക്കെ നേരെ അട്ടത്തേക്ക് കയറാന്നു. ഏതായാലും ഇപ്പം ഞാനായിട്ട് ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. ഞാനും അട്ടത്തേക്ക് പോയി നോക്കട്ടെ, അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. മുകളിൽ കയറിയപ്പോൾ ആദ്യമായിട്ട് കണ്ടത് ഒരുപാട് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഇന്ത്യൻ നേവിയുടെ ഒരു കപ്പലാണ്. രണ്ടാമത് കാണുന്നത് ഒരു പായക്കപ്പലാണ്. മുകളിൽ എത്തിയപ്പോൾ ഇവിടെ പ്രോഗ്രാമുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. കൊച്ചിയെക്കുറിച്ചും നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിനെ കുറിച്ച് അതുപോലെ ഈ യാത്രയെക്കുറിച്ചൊക്കെ ഒരു ഗൈഡ് ഇവിടെ വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. വാസ്കോ ഡ ഗാമ എന്ന് പറയുന്ന ഒരു യൂറോപ്യൻ കപ്പല്, മാൾട്ടയിൽ നിന്ന് 2 കപ്പല്, വേൾഡ് ഒഡീസി, അതുപോലെ മില്ലേനിയം എന്ന് പറയുന്ന വലിപ്പമുള്ള വലിയ കപ്പലുകൾ, ഇതൊക്കെ ഇവിടെ വന്ന് പോകുന്ന കപ്പലുകളാണ്. അതുപോലെ ഏറ്റവും വലിപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് ബ്രിട്ടന്റെ ക്വീൻ മേരി എന്ന് പറയുന്ന ഒരു ആഡംബര കപ്പലാണ്. നല്ല വലിപ്പമുണ്ട്, കാണാൻ വളരെ മനോഹരമാണ്. ഇതിന്റെയൊക്കെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ രാത്രി നമ്മൾ അതിന്റെ അടുത്തൂടെ സഞ്ചരിക്കണം. അപ്പോൾ ലൈറ്റ് ഒക്കെ ഇട്ട് വളരെ ഭംഗിയാർന്ന രീതിയിലാണ് പോകുന്നത്. അതുപോലെ നമുക്കിവിടെ ഒരു സുവാരി സിമെന്റിന്റെ ടാങ്ക് നമുക്കിവിടെ കാണാം. ഇതിനെ പറയുന്നത് ടാങ്ക് എന്ന് പറയില്ല. അതുപോലെ പുറത്ത് മലബാർ സിമെന്റ്, പെന്ന സിമെന്റ്, അൾട്രാടെക് സിമെന്റ്, ഇതിന്റെ പേര് സൈലോ എന്നാണ്. സൈലോയിലെ ഗുജറാത്തിൽ നിന്ന് കപ്പൽ മാർഗം സിമെന്റ് ഇവിടെ കൊണ്ടുവന്ന് ഇതിൽ ശേഖരിച്ചു വെച്ചതിന് ശേഷം പൈപ്പ് മാർഗം ഓരോ കമ്പനികളുടെയും ഗോഡൌണുകൾ ഇതിന്റെ പുറത്തുണ്ട്. അവിടെയൊക്കെ പൈപ്പ് മാർഗം അവിടെ എത്തിച്ച് നമ്മുടെ വീടുകളിലൊക്കെ 50 കിലോ 25 കിലോ ഒക്കെ പാക്ക് ചെയ്തിട്ടാണ് സിമെന്റ് വരുന്നത്. അതിന്റെ തുടക്കം ഇവിടെ നിന്നാണെന്നുള്ളതാണ്. ഈ ബോട്ടിന്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇപ്പൊ നിങ്ങളെ കാണിക്കുന്നത്. ബോട്ടിന്റെ ഫ്രണ്ട് ഭാഗത്ത് നിന്നാൽ 4 ഭാഗത്തും ഏകദേശം നമ്മൾ കടലിന്റെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട്. 4 സൈഡിൽ നോക്കിയാൽ നമുക്ക് കടൽ മാത്രമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നിൽക്കുമ്പോൾ ശരിക്കും നമുക്ക് ഈ ഇങ്ങനെ ഒരു ആട്ടം ഇങ്ങനെ അനുഭവപ്പെടുന്നുണ്ട്. ശരിക്കും നമുക്ക് ആ വെള്ളത്തിൽ സാധാരണ പുഴയിലൂടെ പിന്നെ കായലിലൂടെ പോണ മാതിരിയല്ല, ശരിക്കും നമ്മൾ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും നമ്മൾ ബോട്ടിനകത്തെ കാഴ്ചകളിലേക്ക് തന്നെ വരികയാണ്. നമ്മളെ ഇപ്പം എല്ലാവരെയും ഈ സഹോദരൻ എല്ലാവരും സീറ്റിൽ നിന്ന് എണീപ്പിച്ചിട്ട് ബോട്ടിന്റെ സെന്റർ ഭാഗത്തേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. 2-3 ചേട്ടന്മാര് നിൽക്കുന്നത് കാണാം. അപ്പൊ അവരിപ്പോ ഈ 2 സൈഡിൽ ഇരിക്കുന്നത് എന്താണെന്ന് അറിയോ? ഈ റെഡ് കളർ ലൈഫ് ജാക്കറ്റാണ്. ഈ ലൈഫ് ജാക്കറ്റ് ഇപ്പൊ അവര് നിങ്ങൾക്ക് എടുത്തു തരും. എന്നിട്ട് ഞാൻ റെഡി 1 2 3 എന്ന് പറയുമ്പോ എന്ത് ചെയ്യണം? കടലിൽ ചാടാമോ? ആരെങ്കിലും പറഞ്ഞു? കടലിൽ നിന്നും ചാടണ്ട. ഇവിടെ വീണ്ടും ഒരു അടിപൊളി പാട്ട് പാടുകയാണ്. അതിനനുസരിച്ചൊന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുക. ഡാൻസ് കളിക്കാൻ പറ്റുന്ന കുട്ടികളൊക്കെ ഡാൻസ് കളിക്കാം. അത് പറഞ്ഞപ്പോ തിരിച്ചു പോകും. ഇതിൽ പാടിയ ഒരു അടിപൊളി മാപ്പിളപ്പാട്ടാണ്. പക്ഷെ അത് ഞാനൊന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അത് നമുക്ക് കോപ്പിറൈറ്റ് വരും. അതുകൊണ്ട് തൽക്കാലം ഒരു മ്യൂസിക് കയറ്റിയതാട്ടെ. നമ്മളെ പ്രോഗ്രാം നമുക്കൊന്ന് കാണുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഭക്ഷണം കഴിക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ കടലിൻ്റെ ഭാഗത്ത് നിന്നും കരയുടെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഭക്ഷണത്തിന് എല്ലാവരും ലൈന് നിൽക്കുകയാണ്. ബഫ സംവിധാനമാണ്. എല്ലാവർക്കും ഭക്ഷണം അവർ ഇഷ്ടാനുസരണം വിളമ്പി കൊടുക്കുന്നുണ്ട്. ഭക്ഷണം കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഒരു ഫുഡ് തന്നെയാണ് ഇവർ നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മീൻകറി, പച്ചക്കറി, തോരന്, അച്ചാറ്, മോര്, ചിക്കൻ പൊരിച്ചത്, പപ്പടം, ഇങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു നല്ല ടേസ്റ്റി ഫുഡാണ്. മുസ്തഫാജി കുടുംബം കുറച്ച് വൈകിയെന്നാണ് തോന്നുന്നത്. മുസ്തഫാജി ചോറിന് വേണ്ടി എത്തിയിട്ടുള്ളൂ. മുസ്തഫാജി ചെമ്പക്ക് നോക്കുന്നുണ്ട്. മുസ്തഫാജി പപ്പടം 2 എടുത്തിട്ടാണ് പോകുന്നത്. ഞങ്ങൾക്കൊക്കെ ഓരോന്ന് കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ഭക്ഷണത്തിന് റെഡിയായി നിൽക്കുന്നുണ്ട്. നമ്മളോട് കുറേ നേരമായി ഭക്ഷണം കഴിക്കാൻ അവർ പറയണേ. ഞാൻ ലാസ്റ്റ് കഴിച്ചോളാന്ന് പറഞ്ഞതാണ്.
അന്ന് തൊട്ട് അവൾക്കൊരു ശൈത്താനിളക്കം, മരുന്നൊന്നും കൊടുത്തിട്ട് മാറാത്തിളക്കം, പല്ലിളിച്ച് കാട്ടിയിട്ട് മലർന്നൊരു കിടത്തം. അന്ന് തൊട്ട് അവൾക്കൊരു ശൈത്താനിളക്കം, മരുന്നൊന്നും കൊടുത്തിട്ട് മാറാത്തിളക്കം. ഭക്ഷണത്തിന് ശേഷമുള്ള പ്രോഗ്രാം അബൂബക്കർ മുസ്ലിയാരുടെ പാട്ടുപാടെ തുടങ്ങിയിരിക്കുകയാണ്. നമുക്ക് അടുത്ത പ്രോഗ്രാമിലേക്ക് കടക്കാം. ഇനി 3000 കണ്ടെയ്നറുമായി വന്ന ഒരു കപ്പലിന്റെ കാഴ്ച നമുക്ക് കാണാം. ഈ കപ്പലിൽ 3000 കണ്ടെയ്നർ ഉണ്ടെന്നാണ് ഇവർ പറഞ്ഞത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു കപ്പലാണ്. ഇപ്പം 3000 എന്ന് പറഞ്ഞാലൊക്കെ വളരെ കുറവാണ്. നമ്മളെ വിഴിഞ്ഞം തുറമുഖത്തൊക്കെ ഇപ്പോൾ 10,000 9,000 ഒക്കെ കണ്ടെയ്നർ വരുന്ന കപ്പൽ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനപേക്ഷിച്ച് ഇത് ചെറുതാണ്. എന്നാലും നമുക്ക് ഈ കണ്ട കാഴ്ചയിൽ വളരെ വലിപ്പമുള്ള ഒരു കപ്പലാണ്. ഇതിലൊക്കെ നിങ്ങൾക്ക് കാണാം കണ്ടെയ്നറുകളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചതായിട്ട്. കണ്ടെയ്നർ ഇറക്കാൻ വേണ്ടിയിട്ട് ക്രെയിനിൻ്റെ ചോട്ടിലേക്ക് വന്ന് നിൽക്കുകയാണ് ഈ കപ്പൽ. കായൽ വെള്ളമാണ്, അപ്പുറത്ത് കാണുന്നത് കടൽ വെള്ളമാണ്. അപ്പൊ അത് ജോയിന്റ് ആവുന്ന ആ കാഴ്ച കൂടിയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇനി അടുത്തത് ഒരു ഫൺ ഗെയിമാണ്. ഒരു കുസൃതി ചോദ്യം ചോദിക്കും. ഉത്തരം പറഞ്ഞ വലിയൊരു സമ്മാനം നിങ്ങളെ കാത്തിരിക്കുന്നു. റെഡിയാണോ? ഇവിടെ സുന്ദരിയായിരിക്കുവാൻ എന്ത് ചെയ്യണം? മരണം വരെ സുന്ദരിയായിരിക്കുവാൻ എന്ത് ചെയ്യണം? സമ്മാനം തരാം. മരണം വരെ സുന്ദരി. ഷഹന, ശരി, ഓക്കെ. അപ്പൊ രണ്ടുപേർക്ക് നമ്മളൊരു സമ്മാനം കൊടുക്കുന്നത് ഞാൻ പറയുന്നുണ്ടോന്ന് പെട്ടെന്ന് പറയണം. സിമ്പിൾ ആണ്. ചമ്പക്കര തങ്കപ്പൻ. ചമ്പക്കര തങ്കപ്പൻ. ഇതൊന്ന് തിരിച്ചു പറയുക. തങ്കപ്പൻ ചമ്പക്കര. അങ്ങനെയല്ല, തങ്കപ്പൻ ചമ്പക്കര. ഇതൊന്ന് പെട്ടെന്ന് പറയൂ. തങ്കപ്പൻ ചമ്പക്കര. അങ്ങനെയല്ല, തങ്കപ്പൻ ചമ്പക്കര. ചമ്പക്കര തങ്കപ്പൻ. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. ഇതിനേക്കാളും നല്ല സമ്മാനം കൊടുക്കാന്നുള്ളത് വേണ്ടാന്നുള്ളതാണ്. അപ്പൊ നമ്മളൊരു എന്നുള്ളതാണ്. ഇത്രയും പേര് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് 2 പേർക്ക് കണ്ടത് കിട്ടിയത് അത് വലിയൊരു കാര്യം തന്നെയാണ്, അല്ലെ? വാങ്ങിക്കോളൂ. അപ്പൊ അത് ചോദിച്ചു തുടങ്ങിയൂടാ. പരിചയമുള്ള ആളുകളെ കാണുമ്പോൾ സ്നേഹം കാണിക്കും. അതിങ്ങനെയാണ്. രാത്രി സമയമാകുമ്പോൾ ഉറക്കം വരും. ഉറക്കം വന്നു കഴിഞ്ഞാൽ കോട്ടുവായിടുന്ന സ്റ്റൈലുണ്ട്. അതെങ്ങനെയാണ്? ഈ ശബ്ദം കേട്ടിട്ട് ഒരു കായലിന്റെ അക്കരെ നിന്ന്, ഒരു പുഴയുടെ അക്കരെ നിന്ന്, ദൂരെ നിന്ന് കേൾക്കുന്ന ഒരു നായക്കുട്ടിയുടെ ശബ്ദം. ഈ പ്രോഗ്രാമോട് കൂടി നമ്മളെ ബോട്ടിലെ പരിപാടി അവസാനിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ജലസഞ്ചാരം എല്ലാം കഴിഞ്ഞ് മറൈൻ ഡ്രൈവിൽ എത്തിയിട്ടുണ്ട്. ഇനി നാട്ടിലേക്കുള്ള യാത്രയാണ്. അങ്ങനെ നമ്മുടെ ബസ്സെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ബസ്സിൽ കയറാനുള്ള ഒരുക്കത്തിലാണ്. ബസ്സിൽ കയറിയ ഉടനെ തന്നെ നമ്മൾക്ക് ഓറഞ്ച് നമ്മൾ സുഹൃത്ത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ജലസഞ്ചാര യാത്രയെല്ലാം കഴിഞ്ഞു വന്ന ക്ഷീണമൊക്കെ മാറ്റി നല്ല സുഖമായ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കമാണ്. ഇനി നമ്മൾ നാട്ടിലേക്കാണ് യാത്ര തിരിക്കുന്നത്. ഇടയ്ക്ക് ചെറായി ബീച്ചിൽ കയറണമെന്നുള്ള അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ചെറായി ബീച്ച് വഴിയാകും ഇനി നമ്മൾ നാട്ടിലേക്ക് തിരിക്കുക. ഏതാണ് ബീച്ച് മുസ്തഫാജി? ഇത് ടെൻഡർ കോക്കനട്ട് ബീച്ച്. ഏതാ ബീച്ച്? ചെറായി ബീച്ച്. ചെറായി ബീച്ചിലാണുള്ളത്.
എന്നാ എൻ്റെ ഉണ്ട് മാഷാ അല്ലാ ശുക്രാൻ. ഞാൻ മുസ്തഫാജി ഒന്നും ഐസ്ക്രീം കഴിക്കില്ല എന്നാണ് വിചാരിച്ചിരുന്നത്. ഇവിടെ വന്നപ്പോൾ എല്ലാ കോലും ഉണ്ട്. കടപ്പുറത്തിരുന്നിട്ട് നമ്മളെ മുസ്തഫാജി നല്ല തള്ളു തള്ളട്ടോ. നമ്മള് കേട്ടിങ്ങനെ ഇരിക്കാണ്. ഒരു തള്ളുമില്ലട്ടാ. ഒരു ഐസ്ക്രീം വാങ്ങിച്ചതിനാണ്ടി തള്ളു. ബീച്ചിൽ നിന്ന് നമ്മളെ യാത്ര തിരിച്ചിട്ടാ. അപ്പോൾ തന്നെ ഇരുട്ടായി. നിങ്ങളുടെ കുട്ടികളുടെ പരിപാടിയാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പൊന്നാനിയിലെത്തി. ഇനി രാത്രി ഭക്ഷണം ഇവിടുന്ന് കഴിച്ചതിന് ശേഷം പിന്നെ നേരെ വീട്ടിലേക്ക്. അതിനിടയിൽ ഇൻഷാ അല്ലാഹ് സ്റ്റോപ്പുകളൊന്നുമില്ല. കുറച്ച് പേര് കുറ്റിപ്പുറം വളാഞ്ചേരി ഇവിടെയൊക്കെ ഇറങ്ങാനുണ്ട്. നമ്മൾ ലാസ്റ്റ് വെട്ടിച്ചിറ ടോൾ ബൂത്തിൻ്റെ അവിടെ ഇറങ്ങും. ഭക്ഷണം കഴിക്കാനുള്ള ഇതെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഭക്ഷണം ഓർഡർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ പുന്നത്തല കുഞ്ഞിക്കുട്ടി സാഹിബ് ആ ഓർഡർ കൊടുക്കുന്നതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും മുസ്തഫാജിയും ഇവിടെ ടോൾ ബൂത്തിൻ്റെ ഇവിടെ ഇറങ്ങുകയാണ്. നമ്മളെ വീഡിയോ കണ്ടവരെല്ലാം സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്ത് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കും. അസ്സലാമു അലൈക്കും.